ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന്. ചില പ്രത്യേക സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ള മറുപടി. പിന്നെ ചെറിയ മടിയും, അത് പിന്നെ പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോ ഒരു 7 months പ്രഗ്നന്റ് ആണ് ഗൈസ്, കാണാവോ? വളരെ രസമുള്ള ഒരു സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഒരുപാട് പേര് നമ്മളിങ്ങനെ സ്നേഹിക്കുന്നു, പാമ്പർ ചെയ്യുന്നു, ആൾക്കാർ നമ്മളെ കുറിച്ച് കൺസേൺ ആവുന്നു. ഇത്ര മനോഹരമായ സ്റ്റേജ് ആയിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പ്ലാൻ ചെയ്തേനെ. മാക്സിന്റെ വീട്ടിലെ ആദ്യത്തെ കൊച്ചാണ്, എൻ്റെ വീട്ടിലെ ആദ്യത്തെ കൊച്ചാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ നമുക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്ത് തരുന്നു, ഫ്രൂട്ട്സ് പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പ്രഗ്നൻസി ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകേണ്ടവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. എൻ്റെ അധിക പ്രസംഗം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വീഡിയോയിൽ. ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാനും മാക്സിനും പരിചയപ്പെടുന്നത് 2014 അവൻ എൻ്റെ കോളേജിലെ സീനിയർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇഷ്ടത്തിലായി. 2019 വീട്ടുകാർ ഞങ്ങളെ പിടിച്ച് കെട്ടിച്ചു. പ്രേമിച്ച് നടക്കുമ്പോൾ ഉള്ള ലൈഫല്ല നമ്മൾ കല്യാണം കഴിയുമ്പോൾ ഉള്ള ലൈഫ്. അത് വേറെ തന്നെ ഒരു ലൈഫാണ്. ആ ലൈഫും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് മതി ഒരു കുഞ്ഞിത് നമ്മൾ ആദ്യം തൊട്ടേ ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ ഞങ്ങൾ രണ്ടുപേരും അതിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ലേറ്റർ ഞാനും മാക്സിനും എനിക്ക് അവനെന്നുള്ള ആ ഒരു ലൈഫിൽ ഭയങ്കര കംഫർട്ടായിപ്പോയി. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ ഞങ്ങൾ രണ്ടുപേരും റെഡി അല്ലായിരുന്നു. പിന്നെ ഈ ഒരു കുത്തഴിഞ്ഞ ജീവിതം, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫായിരുന്നു ഞങ്ങളുടേത്. ആരെയും ബോധിപ്പിക്കാനില്ല, അതാണ് പ്രധാന കാരണം. പിന്നെ കുഞ്ഞെന്ന് പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാ അല്ലേ? നാട്ടുകാരും വീട്ടുകാരും നിർബന്ധിക്കുന്നത് കൊണ്ട് നമുക്കൊരു കുഞ്ഞിന് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ കൂടി റെഡി ആയിരിക്കണം. ബട്ട് റീസെന്റ് ഞാൻ മാക്സിനോട് പറഞ്ഞു, മാക്സിൻ എനിക്ക് ഒരു മദർലി ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ഒരു ചേഞ്ച് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മാക്സിം പറഞ്ഞു ഓക്കെ, ഇഫ് യു ആർ റെഡി ഐ എം റെഡി, ലെറ്റ്സ് പ്ലാൻ ഫോർ എ ബേബി. അങ്ങനെയാണ് ഞങ്ങൾ 2024 കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. എനിക്ക് പീരീഡ്സ് റെഗുലർ ആണ്, PCOD PCOS അങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്ത ഉടനെ തന്നെ കുഞ്ഞാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്റെ തെറ്റിദ്ധാരണയായിരുന്നു അത്. ഫസ്റ്റ് മന്ത് ഓപ്പറേഷൻ ബേബി ഫെയിൽഡ്, സെക്കൻഡ് മന്ത് ഓപ്പറേഷൻ ബേബി ഫെയിൽഡ്, തേർഡ് മന്ത് ഓപ്പറേഷൻ ബേബി ഫെയിൽഡ്. എൻ്റെ ചങ്ക് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ഈ നാട്ടുകാരൊക്കെ പറയുന്നതിൽ വല്ല കാര്യവും ഉണ്ടോ? 30 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞാവത്തില്ല, പിന്നെ നമ്മൾ കല്യാണത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജ് കുഞ്ഞ് വേണ്ടാന്ന് വെച്ച് പിന്നീട് പ്ലാൻ ചെയ്യുമ്പോൾ കുഞ്ഞാവത്തില്ല, ഇതിലൊക്കെ വല്ല കാര്യം ഉണ്ടോ എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. ഇതിനു മുമ്പ് ഞാൻ അധികം സോഷ്യൽ പ്രഷർ എനിക്ക് വന്നിട്ടില്ല, കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് മാക്സിന്റെ വീട്ടിൽ നിന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റായി, പിന്നെ അവിടുന്ന് UK ഷിഫ്റ്റായി. സോ ആരും എൻ്റെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ചിട്ടില്ല വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അധികം ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ മമ്മി അത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. മമ്മി നാട്ടിൽ തന്നെ ആയതുകൊണ്ട് റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ഇവരൊക്കെ ചോദിക്കും മൂത്ത മോക്ക് വിശേഷമൊന്നും ആയില്ലേ. അപ്പം മമ്മിക്ക് ലഭിച്ചിരുന്ന ആ സോഷ്യൽ പ്രഷർ മമ്മി എനിക്ക് ഇത്തിരിയൊക്കെ ആയിട്ട് തരാറുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ആരെങ്കിലും പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മമ്മിയാണ്. സോ ഞാൻ മമ്മീനോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ കൊച്ചിന് വേണ്ടി പ്ലാൻ ചെയ്യുവാണെന്ന് പറഞ്ഞായിരുന്നു. ഈ കുറച്ച് മാസങ്ങൾ ഇത് ഓപ്പറേഷൻ ബേബി ഫെയിൽഡ് ആയപ്പോൾ മമ്മിക്കും ടെൻഷനായി, ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ. അപ്പൊ മമ്മി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാക്സിം പറയും കുഞ്ഞാവുകയാണെങ്കിൽ ആവും, ഇല്ലെങ്കിൽ ഇല്ല. മാക്സിൻ എനിക്ക് ഒരു വലിയ ഷീൽഡ് ആയിരുന്നു, എന്നെ കവർ ചെയ്തിരുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു മാക്സിൻ എനിക്ക്. അപ്പൊ ഞാൻ മമ്മീനോട് പറഞ്ഞു ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, എന്താണ് ഓപ്പറേഷൻ ബേബി ഫെയിൽഡ് ആവുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ മമ്മീനോട് ഷെയർ ചെയ്തിരുന്നു. പിന്നെ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിനും അറിയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം. ഒരു തവണ ഞാൻ വിചാരിച്ചു ഓപ്പറേഷൻ ബേബി സക്സസ് ആയിന്ന്, കാരണം എനിക്ക് തന്നെ തോന്നി ഓക്കെ ഈ പ്രാവശ്യം ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. നമ്മളിങ്ങനെ ഇത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴേ ചില സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓപ്പറേഷൻ ബേബി സക്സസ് ആണെന്ന്. അപ്പം ഞാൻ മാക്സിം ജോലി കഴിഞ്ഞ് എന്നെ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് ഇത് മനസ്സിലിങ്ങനെ അടക്കി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാക്സിനോട് പറഞ്ഞു മാക്സിൻ ഐ തിങ്ക് ഐ എം പ്രഗ്നന്റ് എന്ന്. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നെഗറ്റീവ്, ഓപ്പറേഷൻ ബേബി ഫെയിൽഡ് അഗെയിൻ. അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം ഓപ്പറേഷൻ ബേബി ഫെയിൽഡ് ആയതിനേക്കാൾ കൂടുതൽ മാക്സിന് ഒരുപാട് സന്തോഷിച്ചിട്ട് ആ സന്തോഷം നിലനിർത്താൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ ഒരുപാട് കരഞ്ഞു വന്നു.
അത് മാക്സിന് മനസ്സിലായിട്ടോ. ഞാൻ കരഞ്ഞത് അവൻ സന്തോഷിച്ചത് കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് അവന് മനസ്സിലായി. ഞാനൊരു പ്രത്യേകതരം സൈക്കോ ആയി മാറി. അതിനുശേഷം പിന്നീട് എപ്പം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാലും മാക്സിന്റെ ഭാഗത്ത് ഒരു റിയാക്ഷനും തരത്തില്ല, ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ നിൽക്കും. അങ്ങനെ നവംബർ മാസത്തില് എൻ്റെ പീരീഡ്സ് വീണ്ടും ഡിലേ ആയി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഞാൻ മാക്സിനോട് പറയുന്നുണ്ട്, ഞാൻ മാക്സിന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അവന്റെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ ഒരു റിയാക്ഷനും തരുന്നില്ല. അവൻ ശരിക്കും ഇപ്പം അവൻ പ്രതീക്ഷിച്ചു കഴിഞ്ഞ് ഇതെങ്ങാനും ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാല് ഞാൻ വീണ്ടും സങ്കടപ്പെടും. അവൻ പ്രതീക്ഷിച്ചതിൽ ഞാൻ സങ്കടപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എനിക്കൊരു ഭാവവ്യത്യാസം തരാതിരുന്നത്. തിന്നിട്ട് എന്തെങ്കിലും പിടിക്കാത്തയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാവിലെ തൊട്ട് ഞാനിങ്ങനെ സൗണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനിനി പ്രഗ്നന്റ് ആണോ എന്നാണ്. മാക്സിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വിശ്വസിക്കത്തില്ല. എനിക്ക് ഉറപ്പാണ് ഈ പ്രാവശ്യം എനിക്ക് 2 സിംറ്റംസ് ഉള്ളത്. ഒന്ന് പീരീഡ്സ് ഡിലേ ആണ്, പിന്നെ ഒന്ന് ഇന്നാണ്, പക്ഷെ ഇന്നായിട്ടില്ലല്ലോ. പിന്നെ അത് ഡിലേ ആണ്. പിന്നെ ഞാനിങ്ങനെ രാവിലെ തൊട്ട് ബേപ്പ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്യാസ് പോകുന്നവരല്ലേ. ഞാൻ ഫുഡൊക്കെ നന്നായി കഴിച്ചു. രാവിലെ ഒന്നും കഴിക്കില്ല, ബ്രേക്ക്ഫാസ്റ്റും കഴിക്കില്ല. ഞാൻ കഴിച്ചു. എടാ നീ ഒന്നും എന്നെ വിശ്വസിക്കാത്ത. എനിക്ക് രാവിലെ തൊട്ട് ഷുവറായി പ്രഗ്നന്റ്. എനിക്ക് സീരിയസ് ആയിട്ടൊരു ഉത്തരം കിട്ടണം. അവിടെ പോകുന്നുണ്ടോ പെണ്ണെ? കാര്യം പറയടി. ഞാൻ പറഞ്ഞത് എന്നാ നീ കാര്യമായിട്ട് എടുക്കാത്തത്? അത് കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, പ്രതീക്ഷിക്കുന്നില്ല. ചോദിക്കുന്നില്ല. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് മിഷൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ഞങ്ങൾ 2 തവണ ടെസ്റ്റ് ചെയ്തു. 2 തവണ ടെസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ലൈൻ ക്ലിയർ അല്ലായിരുന്നു, ഒരു മങ്ങിയ പോലെ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെക്കൻഡ് ലൈൻ വിസിബിൾ ആവുന്നത്. സോ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇത് പോസിറ്റീവ് ആണെന്ന്. ബട്ട് അറ്റ് ദി സെയിം ടൈം സെക്കൻഡ് ലൈൻ ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഈ ടെസ്റ്റ് കിറ്റിനെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. നമുക്ക് ഷോപ്പിൽ പോയിട്ട് വരാം. ഇപ്പോഴോ? സമയം 10 മണിയായി. I think I'm pregnant, Maxine. കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് മേടിച്ചു നോക്കാം. എന്തിനാ ഈ ഡോക്ടർ ചെയ്തിരിക്കുന്നേ? ഞങ്ങൾ അന്ന് രാത്രി തന്നെ കടയിൽ പോയിട്ട് വേറെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 2 ലൈൻ. ആ നിമിഷമുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പ്രഗ്നന്റ് ആണ് ഗൈസ്. മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. എന്താ ഷോക്കാണോ ഹാപ്പിനെസ് ആണോ എന്താന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. ഞാൻ എൻ്റെ റിയാക്ഷൻ അവൻ്റെ റിയാക്ഷൻ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒന്നിനും പറ്റിയില്ല. ഒരു വിറയൽ എന്ന് പറയില്ലേ, എനിക്ക് എല്ലാവരുടെ റിയാക്ഷൻ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ചിലരെ വിളിക്കുമ്പോൾ അവർ അവൈലബിൾ ആയിരിക്കില്ല. അവർ തിരിച്ചു വിളിക്കുമ്പോൾ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല.
അറിയില്ലായിരുന്നു. അങ്ങനെ അവസാനം അവർ ആ ഒരു ഡിസിഷനിൽ എത്തിച്ചേർന്നു. മാക്സിൻ വളരെയധികം കഷ്ടപ്പെട്ട് കുട്ടിയാക്കിയിരിക്കുന്നു.